ഹായ്. അങ്ങനെ നമ്മുടെ 2 പണിയായുധങ്ങളായ കുക്കർ രണ്ടും രാവിലെ തന്നെ സ്റ്റൗവിലോട്ട് കയറിയിട്ടുണ്ട്. ചോറും ഒഴിച്ചുകറിക്കുള്ള പയറുമാണ് കുക്കറിലാക്കിയേക്കുന്നത്. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവാണ്. ഉപ്പുമാവിനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇന്നലെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇതുപോലെ ക്യാരറ്റൊക്കെ ഇട്ടാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. അതാണ് കൂടുതൽ ഇഷ്ടം എല്ലാവർക്കും. ക്യാരറ്റും ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസും ഒക്കെ ഇടുവേ. നല്ല ബീൻസ് ഇല്ലായിരുന്നു. സവോള മാത്രം അരിഞ്ഞ് വെച്ചിട്ടില്ല. സവോള അരിഞ്ഞ് വെച്ചാൽ ഒരു വല്ലാത്ത മണമല്ലേ. പിന്നെ റവ കൂടുതലും ഞാൻ ലൂസ് മേടിച്ച് വറുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ പാക്കറ്റ് വാങ്ങിക്കുള്ളൂ. പാക്കറ്റിലെ വാങ്ങിച്ചാലും ഞാൻ ഒന്നുകൂടെ വറുത്തെടുക്കും കേട്ടോ. ഒന്നുകൂടെ ഒന്ന് വറുത്തെടുത്താലേ നല്ല ഒട്ടിപ്പിടിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് കിട്ടുവേ. പിന്നെ നമ്മൾ റവ അളക്കുന്ന മെഷറിംഗ് കപ്പിൽ തന്നെ വെള്ളവും അളന്നെടുക്കുവാണെങ്കിൽ കുഴഞ്ഞു പോകാതെ കിട്ടുകയും ചെയ്യുവേ. നമ്മൾ ആ വെള്ളം അതിൻ്റെ കൃത്യ അളവിലെടുക്കുന്ന റവയെക്കാട്ടിലും 1/4 കപ്പ് കൂടെ കൂടുതൽ എടുത്താൽ മതി. പിന്നെ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിലാണ് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഉഴുന്നും കടുകും എല്ലാം പൊട്ടിച്ചു. പിന്നെ വെജിറ്റബിൾസ് എല്ലാം വഴറ്റിയെടുക്കുന്നുണ്ട്. ഇഞ്ചി ഇടണം കേട്ടോ. ഇഞ്ചി, ക്യാരറ്റ്, ബീൻസ് ഉണ്ട്, ബീൻസ്, പിന്നെ സവാള, പച്ചമുളക്, കറിവേപ്പില ഞാൻ ഇത്തിരി കൂടുതലിടുവേ. കറിവേപ്പിലയ്ക്ക് ഇത്തിരി പ്രാന്തമുള്ളത്, അതുകൊണ്ട് കറിവേപ്പില ഞാൻ കൂടുതലിടും. അങ്ങനെ വെള്ളമൊക്കെ വെട്ടിത്തിളച്ച് വരുമ്പോൾ ഉപ്പും ചേർക്കണം. പിന്നെ ഉപ്പുമാവ് നല്ല സോഫ്റ്റ് ആവുള്ള ഒരു ടിപ്പാണ് നെയ്യ് ചേർക്കുന്നത്. അപ്പം നെയ്യ് നമുക്ക് ഇഷ്ടമുള്ളത്രയും ചേർക്കാം. ഇഷ്ടമുള്ളത്ര എന്ന് പറഞ്ഞാൽ നെയ്യുടെ രുചി ഇഷ്ടമാണെങ്കിൽ, ഇവിടെ നെയ്യുടെ രുചി ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇത്തിരി ഏറെ ചേർക്കുന്നുണ്ട്. അപ്പം നെയ്യ് ചേർത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഉപ്പുമാവേ. അപ്പം വെള്ളമൊക്കെ വെട്ടിത്തിളച്ച് വരുമ്പോൾ വെട്ടിത്തിളച്ച് വരുമ്പം തന്നെ റവ ഇളക്കി ചേർത്ത് കൊടുക്കണം. ആദ്യം ഇച്ചിരി ലൂസായ പോലൊക്കെ റവ ഇരിക്കുവേ. എന്നിട്ട് അത് നല്ല ഡ്രൈ ആയിട്ട് വന്നോളും. ഇരുമ്പിൻ്റെ ചട്ടിയല്ല, പെട്ടെന്ന് അങ്ങ് ആയിക്കോളും. ഇനി വഴുതനങ്ങ ഞാൻ ഇന്നലെ അരിഞ്ഞ് വെള്ളത്തിലിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളത്തിലിട്ട് വെക്കണം, നല്ല കറുത്ത് പോവേ. നമ്മുടെ പറമ്പിലെ വഴുതനങ്ങയാണ്, അതുകൂടെ തോരനാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിലും ഡ്രൈ ആക്കി എടുക്കാം. 2-3 മിനിറ്റ് ഒന്ന് തുറന്ന് വെച്ചാൽ മതി, നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും. ഇവിടെ ഇത്തിരി നനവോട് കൂടി ഇരിക്കുന്നതാണ് ഇഷ്ടം. ഞാനതുകൊണ്ട് ഈ പരുവത്തിലങ്ങ് വാങ്ങുവാണ്. അങ്ങനെ നമ്മുടെ വഴുതനങ്ങാത്തോരനും റെഡിയായി വന്നിട്ടുണ്ട്. വഴുതനങ്ങാത്തോരൻ വെക്കുമ്പോൾ തുറന്ന് വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ. അല്ല കുഴഞ്ഞു പോകും, വഴുതനങ്ങയല്ല പെട്ടെന്ന് കുഴഞ്ഞു പോവേ. അപ്പം നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് വഴുതനങ്ങാത്തോരനും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ രാവിലത്തെ ഉച്ചക്കത്തെ കാര്യങ്ങളെല്ലാം 8 മണിയായപ്പോഴത്തേനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മോൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ട്. ഉപ്പുമാവും കടലക്കറിയാണ് ബ്രേക്ക്ഫാസ്റ്റിന്. പിന്നെ അവൻ്റെ ലഞ്ച് റെഡിയാക്കുവാണ്. ചോറും പിന്നെ വൻപയർ ഒഴിച്ചുകറിയുണ്ട്. പിന്നെ കടല റോസ്റ്റ്, വഴുതനങ്ങാത്തോരൻ, മീൻ വറുത്തത്. ഇന്ന് ഇങ്ങനെയൊക്കെയാണ്. ബൈ ബൈ.